അങ്ങനെയെങ്കിൽ ബിജു നായർ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ലല്ല, അങ്ങ് പറയുന്നത് കൃത്യമാണ്, അങ്ങ് എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. ശ്രീ ബിജു നായർ, അവിടെയാണ് ഈ ചോദ്യം ബാക്കി വരുന്നത്. അതായത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് BJPയോ BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരുമായി ബന്ധപ്പെട്ടൊരു കേസ് എടുത്തതായി അങ്ങ് പറയാമോ? കേസ് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പവാറിൻ്റെ ഒരു സെക്കൻഡ്, ഇപ്പോൾ പവാറിൻ്റെ ബന്ധുവായിരിക്കുന്നയാളുണ്ടല്ലോ, മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി, അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എപ്പോഴാണത്? മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ. എപ്പോഴാണ് ആ കേസ് ഇല്ലാതാകുന്നത്? അയാൾ ഇപ്പുറത്തേക്ക് വന്ന് ആ സർക്കാരിനെ മട്ടിമറിച്ച് ഇപ്പുറത്തേക്ക് വന്ന് നിങ്ങൾക്കൊപ്പം കയറുമ്പോൾ. ഒരേ ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന കേസുകളുടെ അവസ്ഥ. നിങ്ങൾക്കൊപ്പം നിന്നാൽ കേസില്ല, നിങ്ങൾക്കെതിരെ നിന്നാൽ കേസുണ്ട്. നിങ്ങൾക്കൊപ്പം നിന്നാൽ അകത്തിടില്ല, നിങ്ങൾക്കെതിരെ നിന്നാൽ അകത്തിടും. അതാണ് അതിന്റെ സാമാന്യ യുക്തി. അജിത് പവാറിന്റെ കാര്യം താങ്കൾ പറയുന്നത് ഈ ഏജൻസികളെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ശരിയായ കാര്യങ്ങളിൽ കേസ് എടുക്കുന്നതുമില്ല, ശരിയല്ലാത്ത കാര്യങ്ങളിൽ കേസ് എടുക്കുന്നുമുണ്ട്, കേസ് എടുക്കുന്നതൊന്നും തെളിയുന്നതുമില്ല. അങ്ങനെയുള്ള കുറ്റക്കാരെ ശിക്ഷിക്കാനും പറ്റുന്നില്ല, കുറ്റക്കാർ പുറത്ത് വിലസി നടക്കുകയാണ് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. പക്ഷെ അതൊന്നും ഈ ചർച്ചയുടെ സ്കോപ്പിൽ വരുന്ന കാര്യമല്ല എന്ന് ഞാൻ വ്യക്തമായി പറയുകയാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ കുറ്റം ചെയ്തു എന്ന സംശയം പോലും ഉള്ള ഒരാൾ അവൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കേണ്ട ഇടവരരുത്. ഇപ്പൊ സെന്തിൽ ബാലാജിയുടെ കഥ വളരെ വ്യക്തമാണ്. 15 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. കുറെ കാലം ജയിലിൽ കിടന്ന അദ്ദേഹത്തിന് വകുപ്പ് പോലും ഇല്ലാതെ ഒരു മന്ത്രി കസേരയാണ് കൊടുത്തിരുന്നത്. അത് ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഒരു പദവിയായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ്. ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്, അതൊരു ജോലിയാണ്. ആ ജോലി ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. അത് എന്തുകൊണ്ടാണ്? അത് നിയമമില്ലാത്തതുകൊണ്ടാണ്.